കണ്ണൂരിലേക്കാണ്. അവിടെ അജീഷ് ജയകുമാറുണ്ട്. അജീഷ്, പാർട്ടിയുടെ കോട്ടകൊത്തളങ്ങൾ തകർന്നടിയുന്നത് നമ്മൾ കണ്ടു. 6 ജില്ലകളിൽ പാർട്ടിയുടെ സാന്നിധ്യമേ ഇല്ല. പക്ഷെ അതിലൊക്കെ വലുതാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെയൊക്കെ ഒരു സ്രോതസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ കണ്ണൂർ ജില്ലയായിരിക്കും. പാർട്ടി സഖാക്കൾ തിരിച്ചുകുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അവിടുത്തെ സീറ്റുകൾ എങ്ങനെയാണ് മാറി മറിയുന്നത് എന്ന് കണ്ടു. അപ്പോൾ ഈ പ്രശ്നങ്ങൾ അത് തൊലിപ്പുറത്തെ പ്രശ്നങ്ങളല്ല, അത് അകത്തേക്ക് ഇറങ്ങി പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ്. ഏത് രീതിയിലായിരിക്കും പാർട്ടി ഇതിനെ അഡ്രസ് ചെയ്യുക? എന്തായാലും ഈ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉണ്ടായ തോൽവി മാത്രമല്ല, ഈ ധർമ്മടത്തും കല്യാശ്ശേരിയിലും മട്ടന്നൂരിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ പാർട്ടിയുടെ വോട്ടുകൾ ചോർന്നു പോയിട്ടുണ്ട്. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർച്ചയുണ്ടായി. ഇതൊക്കെ തന്നെ പാർട്ടി നേതൃത്വത്തെ വല്ലാത്ത രീതിയിൽ തന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെയൊക്കെ കണക്കുകൾ, അതിൻ്റെയൊക്കെ വിലയിരുത്തലുകളൊക്കെ വരും ദിവസങ്ങളിൽ പാർട്ടി യോഗം ചേർന്ന് പരിശോധിക്കും. പക്ഷേ പാർട്ടി നേതൃത്വത്തിനെതിരെ ഇപ്പോൾ അണികൾ തന്നെ പരസ്യമായി രംഗത്തെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ രാത്രിക്ക് ശേഷം കാണുന്നത്. ഇന്നലെ ഈ സംസ്ഥാന സെക്രട്ടറി വിശദീകരണ കുറിപ്പ് ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ഈ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിലും പല അണികളും വിമർശനാത്മകമായിട്ടുള്ള കുറിപ്പുകളാണ് എഴുതിയിട്ടുള്ളത്. അതായത് പാർട്ടി നേതൃത്വം മാറണം എന്നുള്ള തരത്തിലുള്ള കമന്റുകളാണ് ഈ പോസ്റ്റിനടിയിൽ മുഴുവൻ ഇട്ടിരിക്കുന്നത്. കൂടാതെ തന്നെ പി ജയരാജനായിരുന്നുവെങ്കിൽ ഈ ഒരു ഗതി കണ്ണൂരിൽ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചാരണം നടക്കുന്നു. ഈ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും ജില്ലാ സെക്രട്ടറിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയൊക്കെയുള്ള തന്നെ പോസ്റ്ററുകളും പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മട്ടന്നൂരിലായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും മുഖ്യമന്ത്രിയെയും ചിത്രങ്ങൾ തള്ളിക്കൊണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള M സ്വരാജ്, ഒപ്പം തന്നെ പി ജയരാജനെയും ഇവർ ഉണ്ടെങ്കിൽ ഞങ്ങളും ഉണ്ടാകുമെന്ന തരത്തിൽ ഫ്ലെക്സുകൾ വരുന്നത്. ധർമ്മശാലയിൽ CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ തന്നെ പോസ്റ്ററുകൾ വരുന്നു. മൊറാഴ സഖാക്കൾ എന്ന പേരിൽ പാർട്ടിക്ക് അവമതം ഉണ്ടാക്കുന്നു സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും എന്ന പോസ്റ്ററുകൾ വരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും, അതായത് ആന്തൂരിലെ സഖാക്കൾ എന്ന പേരിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പോസ്റ്ററുകളും ഫേസ്ബുക്ക് കമന്റുകളൊക്കെ തന്നെ വലിയ രീതിയിൽ വരുന്നുണ്ട്. അതായത് പാർട്ടിക്കകത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ അതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മറനീക്കി പുറത്തു വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പയ്യന്നൂരിലും സമാനമായ കാഴ്ചകളുണ്ട്. പയ്യന്നൂരിൽ അവിടുത്തെ ഏരിയ സെക്രട്ടറി, ഒപ്പം തന്നെ അവിടുത്തെ പയ്യന്നൂർ നഗരസഭാ ചെയർമാന്റെ ഒക്കെ ചിത്രങ്ങൾ വെച്ച് ഇവരാണ് കുഞ്ഞികൃഷ്ണനെ ജയിക്കാൻ സഹായിച്ചതെന്ന തരത്തിൽ ചില ചിത്രങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇത് കുഞ്ഞികൃഷ്ണൻ ക്യാമ്പിൻ്റേതല്ല എന്നാണ് അവർ വിശദീകരിക്കുന്നത്. ഇപ്പോൾ ആ ചിത്രത്തിനെതിരെ പോലീസിൽ പാർട്ടി നേതൃത്വം പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ നമുക്ക് നേരത്തെ തന്നെ അറിയാം, ഈ പയ്യന്നൂരിൽ ഈ കുഞ്ഞികൃഷ്ണൻ ഈ വിഷയങ്ങൾ ഉയർത്തിയപ്പോൾ, അതായത് 2021 മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു വിഭാഗീയതയുണ്ട്. TI മധുസൂദനെതിരെയുള്ള ഒരു വിഭാഗവും TI മധുസൂദനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമായിട്ട് വലിയൊരു വിഭാഗീയതയുണ്ട്. എന്തായാലും ഇപ്പോഴും അതൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും അതെങ്ങനെ അണയാതെ കിടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുക. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇതൊക്കെ മറനീക്കി പുറത്തു വരും. കൂടുതൽ പ്രതിഷേധങ്ങൾ തന്നെ പാർട്ടിക്കകത്തുണ്ടാകും. അത് മറന്നേക്ക് പുറത്തു വരും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. യെസ്, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.